കാനഡയിലേക്ക് എളുപ്പത്തിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഇട്ടിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരുപാട് ചോദ്യങ്ങളാണ് ഞങ്ങൾക്ക് ഇൻബോക്സിൽ വന്നത്. അപ്പോൾ അതിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളുടെ ഉത്തരം ഇപ്പോൾ എഡ്യു റിക്രൂട്ട് ഫോർ യുന്റെ സിഇഒ മിസ്റ്റർ ബോണി നമുക്ക് പറഞ്ഞു തരും. ഈ IELTSഉം OETയും അതുപോലെ വേറെ പ്രാക്ടിക്കൽ എക്സാംസും ഒന്നും ഇല്ലാതെ ഒരു രജിസ്റ്റേർഡ് നഴ്സ് ആവാൻ പറ്റുന്ന രാജ്യം ഉണ്ടോ? ഇപ്പോൾ നിലവിൽ IELTS OETയും അതുപോലെ തന്നെ വേറെ പ്രാക്ടിക്കൽ എക്സാം ഒന്നും ഇല്ലാതെ തന്നെ രജിസ്റ്റേർഡ് നഴ്സ് ആവാൻ പറ്റുന്ന ഒരു രാജ്യമാണ് കാനഡ. അപ്പോൾ കാനഡയിൽ നിങ്ങൾക്കൊരു രജിസ്റ്റേർഡ് നഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് നേരെ കാനഡയുടെ ലൈസൻസിങ് പ്രോസസ്സ് ചെയ്യാം. അതുവഴി നിങ്ങൾക്ക് കാനഡയിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സ് ആവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാനഡയിൽ ഇപ്പോൾ നഴ്സിംഗ് സെക്ടറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കാനഡയിൽ ഇപ്പോൾ നഴ്സസിന്റെ ഒത്തിരി ഷോർട്ടേജ് ഉണ്ട്. അതായത് ഏകദേശം പറഞ്ഞാൽ ഒരു 2015 തുടങ്ങി എക്സ്പ്രസ് എൻട്രി എന്ന് പറഞ്ഞ സിസ്റ്റം വന്നപ്പോൾ തുടങ്ങി അവർക്ക് നഴ്സസിന് അധികം കിട്ടിയിട്ടില്ല. അത് കാരണം അവർ 2023 അവരൊരു എക്സ്പെഡിറ്റഡ് പാത്വേ എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൊണ്ടുവരികയും ആ സിസ്റ്റം വഴി ഈ പറയുന്ന ലാംഗ്വേജ് ടെസ്റ്റോ അല്ലെങ്കിൽ OETയോ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സാം ഇല്ലാതെ തന്നെ അവർക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ എളുപ്പമാക്കുന്നു. ഇതിപ്പോൾ ആദ്യം കാനഡയുടെ അറ്റ്ലാന്റിക് പ്രൊവിൻസസിലാണ് ഇത് കൊണ്ടുവന്നത്. ഇപ്പോൾ അത് ഓരോരോ പ്രൊവിൻസസിൽ ഇതിങ്ങനെ എളുപ്പമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാനഡയിൽ ഈ ഒരു ലൈസൻസിങ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ജോലി സാധ്യതകൾ വളരെ ഏറെയാണ്. അപ്പോൾ അതുവഴി അവർക്ക് അവിടെ രജിസ്റ്റേർഡ് നഴ്സ് ആവാനും സാധിക്കും. അപ്പോൾ ഈ ജനറൽ നഴ്സസ് ഉണ്ടല്ലോ, GNM, അവര് കാനഡയിൽ വാലിഡ് ആണോ? GNM നഴ്സസ് കാനഡയിൽ വാലിഡ് ആണ്. GNM നഴ്സസ് അധികം രാജ്യങ്ങളിൽ ഉള്ള ഒരു സ്റ്റഡീസ് അല്ല. GNM ഇന്ത്യയിലുണ്ട്, ശ്രീലങ്കയുണ്ട്, അങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങളിലാണ് GNM നഴ്സിംഗ് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ GNM നഴ്സിംഗ് എന്ന് പറഞ്ഞ ഒരു 3 ഇയർ ആയിട്ട് പഠിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ GNM പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാനഡയിൽ RN ആവാനും പറ്റും. അതുപോലെ തന്നെ ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സ് ആവാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് BSc നഴ്സസിന്റെ പോലെ തന്നെ അവർക്ക് NCLEX RN എക്സാം എഴുതി കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് നഴ്സ് ആവാൻ പറ്റും. അതുപോലെ തന്നെ CPNRE അഥവാ REXPN എക്സാം എഴുതി കഴിഞ്ഞാൽ അവർക്ക് LPN ആവാൻ പറ്റും. അപ്പോൾ GNMന് BSc നഴ്സസിന്റെ പോലെ തന്നെ ഈക്വൽ വാലിഡിറ്റിയാണ് കാനഡ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ക്രിഡൻഷ്യൽ ഇവാലുവേഷൻ ചെയ്യുമ്പോഴും അവർ GNMന് 3 ഇയേഴ്സിന്റെ നോർമലി ഉള്ള ഡിഗ്രി നഴ്സിന്റെ ഇക്വാലൻസി തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഈ RN ആണോ LPN ആണോ, ഏത് പാത്വേ ആയിരിക്കും ബെസ്റ്റ്? അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് RN ആയിട്ട് തന്നെ പോകുന്നതാണ് നല്ലത്. കാരണം അവർക്ക് രജിസ്റ്റേർഡ് നഴ്സ് ആയി കഴിഞ്ഞാൽ സാലറി വരുന്നത് ഒരു $45 ഇടയിലായിരിക്കുള്ളൂ സാലറി വരുന്നത്. ഇനി അഥവാ അവർക്ക് ഇപ്പൊ NCLEX RN എഴുതാൻ ചില നഴ്സസിന് പേടിയുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, അവർക്ക് LPN ആയിട്ടുള്ള എക്സാംസോ അതിനുള്ള കാര്യങ്ങളും ചെയ്യുക, അതിന്റെ ലൈസൻസിങ് പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ LPN ആയിട്ട് നിങ്ങൾക്ക് കാനഡയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ CPNRE എന്ന് പറഞ്ഞ ലൈസൻസിങ് പ്രോസസ്സാണ് ചെയ്യേണ്ടത്. അത് ഒണ്ടേരിയോയിലും ബ്രിട്ടീഷ് കൊളംബിയയിലും ഇതിനെ REXPN എന്നും പറയും. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ 2 ഓപ്ഷനും GNM നഴ്സസിനുണ്ട്. ഇനി NCLEX പഠിച്ച് പാസ്സാവുക എന്നുള്ളത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഞങ്ങൾ ഒത്തിരി നഴ്സസിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ഒത്തിരി റിസൾട്ട്സ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 2 പാത്വയിൽ ഏതാണോ നഴ്സിന് കോൺഫിഡൻസ് ആയിട്ടുള്ളത് അത് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ആദ്യം LPN ആയിട്ട് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടായാലും അവർക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് RN ആവാനുള്ള ചേഞ്ച് ചെയ്താലും മതി. അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഈ വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ ഈ നഴ്സിംഗിന്റെ പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതെ, ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷേഴ്സ് ആയിട്ടുള്ള നഴ്സസിന് വരെയും പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവർ കാനഡയുടെ ലൈസൻസിങ് പ്രോസസ്സ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ലാംഗ്വേജ് ടെസ്റ്റും OETയും പ്രാക്ടിക്കൽ എക്സാം ഇല്ലാതെ അവർക്ക് ആ ലൈസൻസ് എടുത്ത് വെക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ആ ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ നേരത്ത് ഇതിനൊരു ലൈഫ് ടൈം വാലിഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ഇവർ ആ ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ നേരത്ത് അവർക്ക് പിന്നീട് കാനഡയിലോട്ടുള്ള വാതിൽ തുറക്കും. അവർക്ക് ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് വരും ജോലിക്കായിട്ട്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് സാലറി നഴ്സസിന് അത് എത്രയായിരിക്കും കാനഡയിൽ? സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് ഒരു രജിസ്റ്റേർഡ് നഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു $35 to $45 ഇടയിലുണ്ടാവും പെർ അവർ. $35 to $45 ഇടയിലുണ്ടാവും. ഇനി ഒരു ലൈസൻസ് പ്രാക്ടിക്കൽ നഴ്സ് ആകുമ്പോൾ ഒരു $25 to $32 ബിറ്റ്വീൻ ആയിരിക്കുള്ളൂ. അത് എക്സ്പീരിയൻസ് കൂടുന്തോറും അവർക്ക്, ഞങ്ങൾ കണ്ടിരിക്കുന്നത് എക്സ്പീരിയൻസ് കൂടുതലുള്ള നഴ്സസിന് ഓരോ ഗവൺമെന്റ് ഹെൽത്ത് സെക്ടേഴ്സിൽ നിന്ന് അവർ സാലറി കൂടുതലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 45 ഇയേഴ്സ് ഉള്ള ഒരു നഴ്സിനായാൽ പോലും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം അവർക്ക് നഴ്സിംഗ് സൂപ്രണ്ടായിട്ടോ അല്ലെങ്കിൽ നഴ്സിംഗ് മാനേജറായിട്ടൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് സാലറി കൂടും. പക്ഷെ ഇതാണ് അവിടുത്തെ ഒരു സാലറി റേഞ്ച് വരുന്നത്. അപ്പോൾ പെർ മന്ത് സാലറി അല്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന ഓരോ അവറിനുള്ള സാലറി. അതെ, ഇപ്പൊ കാനഡ, ഓസ്ട്രേലിയ, US അല്ലെങ്കിൽ അയർലൻഡ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ അവർലി പേ ആണ്. അപ്പോൾ ഒരു നോർമൽ ഒരു 8 അവേഴ്സിന്റെ ഷിഫ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് നോർമൽ സാലറി വരും. ഇനി അവർ എക്സ്ട്രാ ഓവർ ടൈം വർക്ക് ചെയ്യാൻ നേരത്ത് അവർക്ക് ഡബിൾ ദ പേ അല്ലെങ്കിൽ ട്രിപ്പിൾ ദ പേ ആണ് നോർമലി വരുന്നത്. ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സ് അവർക്ക് ഇപ്പൊ NCLEX അല്ലെങ്കിൽ CPNRE എക്സാംസ് എഴുതണമെങ്കിൽ എത്ര മാസത്തെ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ കോഴ്സ്
വേണ്ടി വരും? ഈ NCLEX-RN അതുപോലെ തന്നെ CPNRE എക്സാം ആവാൻ നേരത്ത് അവർക്ക് മിനിമം ഒരു 6 to 7 months ഒരു പ്രിപ്പറേഷൻ ടൈം വേണം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ IELTS അല്ലെങ്കിൽ OET ഒക്കെ എഴുതുന്നത് പോലെ നമ്മൾ പൈസ അടച്ച് അപ്പം തന്നെ എക്സാം എഴുതാൻ പറ്റുന്ന ഒരു എക്സാം അല്ല. ഇതിന്റെ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ മാത്രമേ ഈ എക്സാമിനുള്ള ഓതറൈസേഷൻ ടു ടെസ്റ്റ് അല്ലെങ്കിൽ ATT കിട്ടുകയുള്ളൂ. ഇങ്ങനെ ATT കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവർ ഈ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സാം എഴുതാനായിട്ട് ഫീസ് അടക്കണം, ട്രെയിനിങ്ങിന്റെ ഫീസ് ഉണ്ട്, അങ്ങനെ ഇതിനകത്ത് ഫീസും ഇൻവോൾവ് ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ജോലി ചെയ്യുന്ന നഴ്സസിനായാലും ഇപ്പം ഞങ്ങളുടെ ഓൺലൈൻ ട്രെയിനിങ് ആണ്, ഏകദേശം 12 ബാച്ചസ് ആണ് നമ്മൾക്ക് ഒരു ദിവസം ഓൺലൈൻ ട്രെയിനിങ്ങിൽ നടക്കുന്നത്. അത് രജിസ്റ്റേർഡ് നഴ്സ് ആവാനുള്ള NCLEX-RN അതുപോലെ തന്നെ LPN ആവാനുള്ള CPNRE ട്രെയിനിങ്ങും സെപ്പറേറ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ എക്സാം സെൻറ്റേഴ്സ് നമ്മൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അവർക്ക് വളരെ എളുപ്പത്തിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് GCC കൺട്രീസിലോ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ എളുപ്പത്തിൽ അവരുടെ ഷിഫ്റ്റ് അനുസരിച്ചിട്ട് അവർക്കത് പഠിക്കാം. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ് മിസ്സായാലും ഞങ്ങളുടെ റെക്കോർഡഡ് പോർട്ടൽ ഉണ്ട്, അവർക്ക് ആ ഒരു പോർട്ടലിലൂടെ അവർക്ക് കഴിഞ്ഞ ക്ലാസ്സുകളോ അല്ലെങ്കിൽ വിട്ടുപോയ ക്ലാസ്സുകളോ അതെല്ലാം അവർക്ക് കാണാം. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റിലും എക്സാം പ്രിപ്പറേഷനുള്ള വേറൊരു സോഫ്റ്റ്വെയറിലൂടെയാണ് നമ്മൾ അവരുടെ എക്സാം പ്രിപ്പയർ ചെയ്ത് ഇത്തരം സക്സസ് ഞങ്ങൾക്കുള്ളത്. അതുപോലെ ബോണി വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഇപ്പൊ കാനഡയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നഴ്സസിന്. ഇപ്പൊ എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ, ഏത് പ്രോവിൻസിലായിരിക്കും കാനഡയിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത്? കാനഡയിൽ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രൊവിൻസസിലും നഴ്സസിന് ആവശ്യമാണ്. അതായത് ഇപ്പൊ ഞങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ചിട്ട് അവർ പറയുന്നത് ഏകദേശം 44 പേഷ്യൻസിനൊക്കെ ഒരു നഴ്സൊക്കെ ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഏറ്റവും എളുപ്പത്തിൽ ആദ്യം ഒരു 2023-2024 ടൈമിൽ ഏറ്റവും എളുപ്പത്തിൽ പോകാൻ പറ്റുന്നത് അറ്റ്ലാന്റിക് പ്രൊവിൻസസിലോട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൽബർട്ട അതുപോലെ തന്നെ ഒണ്ടേരിയോ, ബ്രിട്ടീഷ് കൊളംബിയ ഇങ്ങനെ പ്രൊവിൻസസിലോട്ടും പോകാനുള്ള വഴികളുണ്ട്. അപ്പോൾ ചിലവർക്ക് ഒരു സംശയം ഉണ്ടാവും, ഒണ്ടേരിയോയിലോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളംബിയയിൽ പോകാതെ തന്നെ എങ്ങനെ ഈ ലൈസൻസ് എടുക്കാം എന്നുള്ളത്. അപ്പോൾ അതിനും ഇപ്പോൾ വഴികളുണ്ട്. അവിടെ പോകാതെ തന്നെ അവർക്ക് ലൈസൻസ് എടുക്കാനായിട്ടുള്ള വഴികളുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാ പ്രൊവിൻസസിലും ഒത്തിരി ജോബ് ഓപ്പണിങ്സ് നഴ്സസിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. എങ്ങനെ എനിക്ക് ഇതിനെപ്പറ്റി ഇത്തരം നോളജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി കാനഡയിലുള്ള മിനിസ്റ്റേഴ്സായിട്ടും അതുപോലെ തന്നെ ഗവൺമെൻറ്റിലുള്ള അഡ്ജൂഡിക്കേറ്റേഴ്സ്, അതായത് അവരൊക്കെ ആയിട്ടൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് ഇത്തരം നോളജ് എനിക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് വെബ്സൈറ്റ്സിൽ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഏതൊരു നഴ്സിനായാലും ഗവൺമെൻറ് വെബ്സൈറ്റ് ഏത് പ്രൊവിൻസിൻ്റെയാണോ അതിൻ്റെ ഗവൺമെൻറ് വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ ഈ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. കാര്യം ഒരുപാട് നമുക്ക് പേഴ്സണലി വന്ന കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്. എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഈ മറുപടികളൊക്കെ നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടികളൊക്കെ ഇപ്പോൾ ബോണി പറഞ്ഞതിൽ നിന്നും മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ബോണി. താങ്ക് യു.